കാഷ്വാലിറ്റീസ് കുറച്ച് പേരെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഫയറിൻ്റെ വിഷയമൊന്നുമില്ല. ഏത് സമയത്തായിരുന്നു പൊട്ടിത്തെറി? കറക്റ്റ് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായിട്ടുണ്ട്. കറക്റ്റായിട്ട് എക്സാക്ട് ടൈം അറിയില്ല. അതായത് തൊഴിലാളികൾ എത്ര പേരുണ്ടായിരുന്നു ഉള്ളിൽ? 4 പേര് കാഷ്വാലിറ്റീസ് ആണ്. ഒരാൾ സീരിയസ് ആണ്, ബാക്കി 3 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. കാഷ്വാലിറ്റീസിന് മാറ്റിയിട്ടുണ്ട്. സമയമൊന്നും അറിയില്ല, 3 മണിക്ക് ശേഷമാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ചായ കുടിക്കാൻ എത്തിയപ്പോൾ ഇവിടം വരെ എത്താനായപ്പോഴത്തേക്കും പൊട്ടിത്തെറിയുടെ സൗണ്ടാണ് കേട്ടെ. പിന്നെ ഈ സമയം എവിടെ ഉണ്ടായിരുന്നു? ഏകദേശം സമയം എത്രയായിരുന്നു പൊട്ടിത്തെറിച്ചതോ? ഞങ്ങൾ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാപനം ഇവിടെയാണ്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറിയുടെ സൗണ്ടാണ് കേട്ടത്. ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി ആൾക്കാർ 1-2 പേരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടണുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ ഞങ്ങളും കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാരെ ഇപ്പുറത്തോട്ട് ചാടിച്ചു. അതിൻ്റെ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ പൊള്ളിയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിലേ തന്നെ കയറി ചാടാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഇപ്പുറത്തോട്ട് ചാടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ നോക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ചെന്ന് നോക്കുമ്പോഴാണ് 2 പേര് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പം ഈ പൊള്ളിയൻ്റെ അസ്വസ്ഥത കൊണ്ട് അവർ അതിൻ്റെ ഉള്ളിലേക്ക് പേടി കൊണ്ട് കയറിയതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിൽ ഒരാളുടെ ദേഹം മൊത്തം തൊലി പോയിട്ട് പിടിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് എടുത്ത് ഇപ്പുറത്തേക്ക് ആക്കാൻ പറ്റില്ല. പിന്നെ തന്നെ കയറി വരാൻ പറഞ്ഞ് അങ്ങനെ ചാടി വന്ന് ഇരുന്ന് ഞങ്ങൾ വീശി കൊടുത്തു. പിന്നെയാണ് ഒരാളും കൂടി ഉണ്ടായി അതിനകത്ത്. ആ ആൾക്ക് കുറച്ച് സീരിയസ് ആണ്, ഹെഡ് ഇഞ്ചുറിയാണ് പറ്റിയേക്കണേ. വേറെ പൊള്ളലൊന്നും ഇത് കണ്ടത് കൊണ്ടാണ് എന്തോ വേറെ ഒന്നും കണ്ടില്ല. ഹെഡ് ഇഞ്ചുറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് എന്താ അവസ്ഥ എന്നറിയില്ല. കൂടുതൽ പേരുണ്ടായിരുന്നു? അതായത് 2 പേരാണ് കണ്ടിട്ടുള്ളൂ? അല്ല, 5ഓളം പേർക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് അവിടെ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ 5 പേർക്കാണ് പരിക്ക് പറ്റിയതായിട്ട് നമുക്ക് അറിഞ്ഞേക്കണത്. 5 പേരെ ഇപ്പോൾ കൊണ്ടുപോയേക്കണം.